അടുത്തതായിട്ട് 70ാമത്തെ ശ്ലോകം. കാമദേവ കാമപാല കാമീ കാന്ത കൃതാഗമ അനിർദ്ദേശ്യ വപുർ വിഷ്ണുർ വീരോ അനന്തോ ധനഞ്ജയ. ഇതിലെ നാമങ്ങൾ കാമദേവ കാമപാല കാമീ കാന്ത കൃതാഗമ അനിർദ്ദേശ്യ വപു വിഷ്ണു വീര അനന്ത ധനഞ്ജയ. ഇങ്ങനെ 10 നാമങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ നാമം 687ാമത്തെ നാമം കാമദേവ. ഭഗവാൻ കാമദേവനാകുന്നു. ഭാഷ്യകാരൻ പറയുന്നു, എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു കൊടുക്കുന്ന ഭഗവാൻ ശങ്കരൻ്റെ ആലയത്തിൽ ഇരുന്നു കൊണ്ട് അപ്സരമാരാൽ പൂജിക്കപ്പെടുന്നു എന്നതിനാൽ കാമദേവ എന്ന് നാമം. കാമദേവസ്തു ഭഗവാൻ സർവേഷാം സർവകാമദഃ ശങ്കരാലയം ആസാദ്യ സംസ്ഥിതോ അപ്സരാർച്ചിത. അപ്സരമാരാൽ നിരന്തരം അർച്ചിക്കപ്പെട്ട് ശിവന്റെ ശങ്കരന്റെ ആലയത്തിൽ നിലനിൽക്കുന്നു. എങ്ങനെയുള്ള എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചുകൊണ്ട് ധാർമ്മികമായിട്ടുള്ള എല്ലാ ജീവന്മാരുടെയും ആഗ്രഹം സാധിച്ചുകൊണ്ട് ശങ്കരാലയത്തിൽ ശിവന്റെ സന്നിധിയിൽ ശങ്കരന്റെ ആലയത്തിൽ കൈലാസത്തിൽ ഇരുന്നു കൊണ്ട് അപ്സരമാരാൽ പൂജിക്കപ്പെടുന്നു എന്നതിനാൽ ഭഗവാന് കാമദേവ എന്ന് നാമം. ദീവ് ധാതുവിന് ദാനം ചെയ്യുക എന്നർത്ഥം. ദീവ് ദാനേ, അതായത് ദിവ് എന്നുള്ള ധാതുവിൽ നിന്നാണ് ദേവ എന്നുള്ള നാമം വരുന്നത്. അപ്പൊ ദിവ് ദാനേ, അപ്പൊ കാമദേവ എന്ന് പറഞ്ഞാൽ കാമത്തെ, ആഗ്രഹത്തെ കൊടുക്കുന്നവൻ. ആ അർത്ഥത്തിലാണ് ഇവിടെ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പൊ കാമദേവ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവന്മാർക്കും ധാർമ്മികമായിട്ടുള്ള തൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള എല്ലാ കാമങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റി കൊടുക്കുന്നവൻ എന്ന് അർത്ഥം. അത് കാമദേവ. ഇനി അടുത്ത നാമം 688ാമത്തെ നാമം കാമപാല. ഭാഷ്യകാരൻ കാമപാല, ആഗ്രഹങ്ങളെ പാലിക്കുന്നവൻ. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ആഗ്രഹങ്ങളെ പാലിക്കുന്നവൻ, അതാണ് കാമപാലൻ. ഭാഷ്യകാരൻ പറയുന്നു, ഭഗവാൻ തന്നാൽ നൽകപ്പെട്ട വരങ്ങളെ പാലിക്കുകയും ചെയ്യുന്നു എന്നതിനാൽ കാമപാല എന്ന് നാം. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളെയും നിറവേറ്റി കൊടുക്കുന്നു. ധാർമ്മികമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളെയും ഭഗവാൻ നിറവേറ്റി കൊടുക്കുന്നു. ഈ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുത്താൽ മാത്രം പോരാ, ആഗ്രഹം കിട്ടിയാൽ മാത്രം പോരാ. ആ കിട്ടിയ ആഗ്രഹത്തിനെ അത് പാലിക്കുകയും ചെയ്യണം. ഇപ്പൊ നമുക്ക് ഒരാൾക്ക് വലിയ ആഗ്രഹമാണ് സന്തതികൾ ഉണ്ടാകണം എന്ന്. സന്തതികൾ, അപ്പോൾ ആ ആഗ്രഹം നിറവേറ്റി കൊടുക്കുന്നു, സന്തതികൾ ഉണ്ടാകുന്നു. പക്ഷെ സന്തതികൾ എപ്പോൾ വേണമെങ്കിലും ഇല്ലാതായും പോകാം, തന്നെ വിട്ടിട്ട് പോകാം, മരണപ്പെട്ടു പോകാം, അങ്ങനെ പല രീതിയിലും ഇല്ലാതായും പോകാം. പക്ഷെ ഭഗവാൻ ആരുടെ കാമമാണോ, ധാർമ്മികമായിട്ടുള്ള കാമമാണോ ആഗ്രഹമാണോ പൂർത്തീകരിച്ച് കൊടുക്കുന്നത്, ആ ആഗ്രഹത്തെ ഭഗവാൻ പാലിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊരു വിഷയം നമ്മുടെ കൈ കിട്ടിയാൽ അതിൻ്റെ പാലനം ഭഗവാൻ തന്നെ ചെയ്തോളും. ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അതായത് കിട്ടണമെന്നാഗ്രഹിക്കുന്ന വിഷയത്തിനെ ലഭിക്കുന്നതാണ് യോഗം. ആ ലഭിച്ച വിഷയത്തെ സംരക്ഷിക്കുന്നതാണ് ക്ഷേമം. അപ്പൊ യോഗവും ക്ഷേമവും. അപ്പൊ ഇവിടെ ക്ഷേമം എന്നുള്ള അർത്ഥത്തിലാണ് കാമപാല എന്നുള്ള നാമം വരുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും ഒരാഗ്രഹം ഉണ്ടായി എന്ന് വിചാരിക്കുക. ആ ആഗ്രഹം ഭഗവാന്റെ അനുഗ്രഹത്താൽ നിറവേറി എന്നും വിചാരിക്കുക.
പിന്നീട് ആ നമുക്ക് ലഭിച്ച ആ വസ്തുവിനെ ഭഗവാൻ നോക്കിക്കോളും. അത് സ്വതസിദ്ധമായിട്ട് നാച്ചുറലായിട്ട് ഉള്ള ആഗ്രഹമാണെങ്കിൽ, ധാർമ്മികമായിട്ടുള്ള ആഗ്രഹമാണെങ്കിൽ മാത്രം. അത് നമ്മളുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആഗ്രഹമാണ്. അത് പ്രകൃതി നമ്മളിലൂടെ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ, ഒരു വിഷയം നമ്മളിൽ കിട്ടിയാൽ ആ വിഷയത്തിൻ്റെ സംരക്ഷണം പ്രകൃതി ഏറ്റെടുത്തോളൂ. ഭഗവാൻ ഏറ്റെടുത്തോളൂ. സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിരിക്കണം. സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നത് മുഴുവൻ ഭഗവത് അനുഗ്രഹം കൊണ്ട് ഉള്ളതായിരിക്കും. ഗോരഖനാഥ്, അദ്ദേഹം വലിയൊരു മിസ്റ്റിക് ആയിരുന്നു, വലിയൊരു യോഗിയായിരുന്നു. ഗോരഖനാഥിൻ്റെ ഒരു 4 വരികളുണ്ട്. ചാർപ്പായി എന്നാണ് പറയുക, ചോപ്പാഠി 4 വരികൾ. അതിങ്ങനെയാണ്: സഹജ് മില സോ ദൂധ് ബരാബർ, മാംഗ് ലിയ തോ പാനി, छीन लिया सो रक्त बराबर, समझो गोरख बानी. ചോപ്പാഠി 4 വരികൾ. ഈ 4 വരികളുടെ അർത്ഥം: സംഝോ ഗോരഖ് ബാനി, ഗോരഖ്നാഥിന്റെ വാണി മനസ്സിലാക്കൂ. സഹജ് മില സോ ദൂധ് ബരാബർ, ഏത് വസ്തുവാണോ നമുക്ക് സ്വാഭാവികമായിട്ട് സഹജമായിട്ട് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്, അത് പാല് പോലെ മധുരിക്കുന്നതാണ്. സഹജ് മിലാസോ ദൂധ് ബരാബർ. മാംഗ് ലിയ തോ പാനി, നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് എത്തിച്ചേരാത്ത ഒരു കാര്യം നമുക്ക് വേണം എന്നാഗ്രഹിച്ച് നമ്മൾ അതിനു വേണ്ടി യത്നിക്കുകയാണെങ്കിൽ, നമ്മൾ മാംഗന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു വാങ്ങുക. നമ്മളത് ചോദിച്ചു വാങ്ങിയാൽ അത് വെള്ളം പോലെയാണ്. അതിന് പ്രത്യേകിച്ചൊരു സ്വാദൊന്നും ഉണ്ടായിരിക്കില്ല. പാല് മധുരിക്കുന്നതാണ്, വെള്ളമായതുകൊണ്ട് അതിന് വലിയ പ്രത്യേകിച്ചൊരു സ്വാദ് ഉണ്ടാവില്ല. ഛീൻ ലിയ സോ രക്ത് ബരാബർ, എന്താണോ നമ്മൾ പിടിച്ചടക്കിയെടുക്കുന്നത് അത് രക്തം പോലെയുള്ളതാണ്. അപ്പൊ ഇതിൽ ആദ്യം പറഞ്ഞത് സഹജ് മിലാസോ ദൂധ് ബരാബർ, സഹജമായിട്ട് നമ്മളിലേക്ക് വരുന്നത് അത് ഭഗവാൻ തരുന്നതാണ്. നമ്മളുടെ ആഗ്രഹങ്ങൾ സഹജമായിട്ട് നമ്മളിലേക്ക് വന്നാൽ അത് ഭഗവാൻ തരുന്നതാണ്. ആ ആഗ്രഹങ്ങളെ ഭഗവാൻ പാലിച്ചുകൊള്ളും. ഭഗവത് അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് സന്താനങ്ങൾ ഉണ്ടാകുന്നത് എങ്കിൽ ആ സന്താനങ്ങളെ ഭഗവാൻ നോക്കിക്കോളും. അതുകൊണ്ട് ഭഗവാന് കാമപാല എന്ന് നാമം. അടുത്തത് 659 നാമം കാമി. കാമി എന്ന് പറഞ്ഞാൽ ഭാഷകാരൻ പറയുന്നു, കൊടുക്കാനായി ഒട്ടനവധി തൻ്റെ കയ്യിലുള്ളവനാണ് ഭഗവാൻ എന്നതിനാൽ കാമി എന്ന് നാമം. ഭഗവാൻ എപ്പോഴും കയ്യിൽ അനവധി ഉള്ളവനാണ്. ഭഗവാന്റെ ആവശ്യം കഴിഞ്ഞ്, ഭഗവാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനോട് ഒരു ആവശ്യമില്ല. പക്ഷെ ഇനി അഥവാ ആവശ്യമുണ്ട് എങ്കിൽ തന്നെ അതൊക്കെ എപ്പോഴും തീർക്കാൻ ഭഗവാന്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ് ഇഷ്ടം പോലെ കൊടുക്കാനുള്ളവനാണ് ഭഗവാൻ. കാമങ്ങൾ എപ്പോഴും പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നവനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് തന്നെ ആശ്രയിക്കുന്നവർക്ക് എന്തും കൊടുക്കുന്നവനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. എന്തും കൊടുക്കാനുള്ള ശക്തി ഭഗവാനുണ്ട്. കാരണം തൻ്റെ കയ്യിൽ ഒരുപാടുണ്ട്. ഭഗവാൻ എല്ലാ രീതിയിലും സമ്പന്നനാണ്. എല്ലാ രീതിയിലും തൻ്റെ ആഗ്രഹങ്ങളെ മുഴുവൻ സാധിച്ചവനും മറ്റുള്ളവരുടെ തൻ്റെ ഭാഗങ്ങളായിട്ടുള്ള അവരുടെ ആഗ്രഹങ്ങളെ മുഴുവൻ സാധിക്കുന്നവനും ആണ്. അതുകൊണ്ട് ഭഗവാനെ കാമി എന്ന് നാമം. അടുത്തത് 660 നാമം കാന്തഹ. കാന്തഹ, എല്ലാവരാലും ആകർഷിക്കപ്പെടുന്നവൻ, മനോഹരമായിരിക്കുന്നവൻ, ചാമിങ് എന്നൊക്കെ അർത്ഥം. കാന്തഹ. ഭാഷകാരൻ പറയുന്നു, ഭഗവാൻ സ്വയം തന്നെ കമനീയനാണ്, അതിനാൽ കാന്തഹ എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് അപ്സരസുകളാൽ അർച്ചിക്കപ്പെടുന്നത്. അതായത്
ഏറ്റവും കമനീയനായിട്ടുള്ള ആളാണ് ഭഗവാൻ, ഏറ്റവും സുന്ദരനായിട്ടുള്ള ആളാണ് ഭഗവാൻ. നമ്മൾ നേരത്തെ കേട്ടു, ഈ ലോകത്ത് ഭഗവാനെ ഇഷ്ടപ്പെടുന്നവർ ഈ ലോകത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള വസ്തുക്കളോട് ആണ് ഭഗവാനെ തുലനം ചെയ്യുക. അതിനേക്കാൾ മനോഹരനാണ് ഭഗവാൻ, ഏറ്റവും സുന്ദരൻ. തൻ്റെ 4 കൈകളിൽ 4 ആയുധങ്ങളെ പിടിച്ചിട്ടുള്ള മനോഹര രൂപത്തോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ രൂപം എന്ന് പറയുന്ന സത്വഗുണം കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് ഏറ്റവും മനോഹരമാണ്, അത് വളരെ ആകർഷണീയമാണ്. അതുകൊണ്ട് തന്നെ അത് അപ്സരസുകളാൽ അർച്ചിക്കപ്പെടുന്നതാണ്. ഈ ലോകത്ത് നമ്മൾ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഈ അപ്സരസുകൾ എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാവരാലും ആഗ്രഹിക്കപ്പെടുന്നവരാണ്. അപ്സരസുകളുടെ സാമീപ്യം ഈ ലോകത്തെ എല്ലാവരാലും ആഗ്രഹിക്കപ്പെടുന്നവരാണ്. ഈ ലോകത്തെ ഏറ്റവും സൗന്ദര്യങ്ങളിൽ വെച്ച് എല്ലാ സൗന്ദര്യങ്ങളും തികഞ്ഞവരാണ് അപ്സര സ്ത്രീകൾ. അങ്ങനെയുള്ള അപ്സര സ്ത്രീകൾ പോലും ആരാധിക്കുന്നത് ഭഗവാന്റെ മോഹന രൂപമാണ്, അതിമനോഹര രൂപിയായിട്ടുള്ള ഭഗവാനെയാണ്. അതുകൊണ്ട് ഭഗവാന് കാന്തഹ എന്ന് നാമം, ഏറ്റവും ആകർഷണീയനായവൻ. അടുത്തത് 661 നാമം, കൃതാഗമഃ അഥ ശക്തീശാവതാരഃ. ഇനി പറയുന്നത് ശക്തീശ അവതാരമാണ്, ശക്തിയുടെ ഈശനായിട്ടുള്ള ഭഗവത് അവതാരം. അതായത് ഭഗവാന്റെ പല പല സ്വരൂപങ്ങളാണ് പറയുന്നത്. ഇനി പറയുന്നത് ശക്തിയുടെ ഈശനായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപം. ശക്തി എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങൾ പറയാം. ലക്ഷ്മി ഭഗവാന്റെ ശക്തിയാണ്, ഭൂമി ഭഗവാന്റെ ശക്തിയാണ്. ഇവിടെ മന്ത്രം എന്നുള്ള അർത്ഥത്തിലാണ്. മന്ത്രങ്ങൾ, ഭഗവാനെ ആരാധിക്കാനുള്ള മന്ത്രങ്ങൾ, അതാണ് ശക്തികൾ. ആ ശക്തികളുടെ ഈശൻ ഭഗവാനാണ്. ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഭഗവാനെ ആരാധിക്കാനുള്ള മന്ത്രവും അതടങ്ങുന്ന ശാസ്ത്രവും ഉണ്ടാകുന്നത്. നമ്മളിതിന് മുമ്പ് കേട്ടിട്ടുണ്ട്, ഭഗവാൻ ഈ ചതുർവ്യൂഹങ്ങളിലൂടെയാണ് ശാസ്ത്രം ഭഗവാൻ ജീവന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. ആ അർത്ഥത്തിലാണ് കൃതാഗമ എന്ന് നാമം. ഭാഷകാരൻ പറയുന്നു, നാനാ മന്ത്രമയങ്ങളായ ആഗമവിദ്യയെ ശുദ്ധ ഹൃദയത്തോടു കൂടിയവർക്ക് നൽകുന്നു എന്നതിനാൽ കൃതാഗമ എന്ന് നാമം. ആഗമവിദ്യ, തന്ത്രശാസ്ത്രം, അത് നാനാമന്ത്രമയങ്ങളാണ്. ഭഗവത് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള മന്ത്രങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ആഗമശാസ്ത്രം. ആ ആഗമവിദ്യയെ ശുദ്ധ ഹൃദയത്തോടു കൂടിയവർക്ക് നൽകുന്നു. ശുദ്ധ ഹൃദയത്തോടു കൂടിയവർക്ക് മാത്രമേ ഈ ആഗമവിദ്യ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സംകർഷണ ഭഗവാനാണ് ഈ ശാസ്ത്രത്തെ ഉപദേശിച്ചു കൊടുക്കുന്നത്. അതായത് ആരാണോ ശാസ്ത്രം വായിച്ചിരിക്കുന്നത്, ആരാണോ ശാസ്ത്രം പഠിക്കുന്നത്, അയാൾ സംകർഷണ ഭഗവാന്റെ അനുഗ്രഹമുള്ളവനാണ്. ആ ശാസ്ത്രത്തിന്റെ അർത്ഥം വെളിപ്പെടുത്തി കൊടുക്കുന്നത് പ്രദ്യുമ്നനാണ്. അതിൻ്റെ ഫലം കൊടുക്കുന്നത് അനിരുദ്ധനാണ്. ഈ 3 ദേവതകളും വാസുദേവന്റെ തന്നെ ഭാഗങ്ങളാണ്. അപ്പോൾ ആഗമവിദ്യയെ പറഞ്ഞു കൊടുക്കുന്നത് നാരായണനാണ്. ശൈവ സമ്പ്രദായ പ്രകാരം ആഗമവിദ്യയെ പറഞ്ഞു കൊടുക്കുന്നത് ശിവനാണ്. ഇവിടെ വൈഷ്ണവ ആഗമങ്ങളെ മുഴുവൻ ഉപദേശിച്ചു കൊടുക്കുന്നത് വിഷ്ണുവാണ്. അപ്പൊ നാനാമന്ത്രമയങ്ങളായ ആഗമവിദ്യയെ ശുദ്ധ ഹൃദയത്തോടു കൂടിയവർക്ക് നൽകുന്നു എന്നതിനാൽ കൃതാഗമ എന്ന് നാമം. ആഗമങ്ങൾ കൃതമായിരിക്കുന്നവൻ. ആഗമങ്ങൾ ആരാണോ എഴുതിയത്, ആഗമങ്ങൾ ആരാണോ നൽകുന്നത്, അവൻ കൃതാഗമ.
അടുത്തത് 662 നാമം അനിർദ്ദേശ്യ വപു. അതായത് പ്രത്യേകമായിട്ട് ഒരു ശരീരമില്ലാത്തവൻ എന്നാണ് അർത്ഥം. നിർദ്ദേശ്യ വപു, നിർദ്ദേശിക്കപ്പെടാവുന്ന, ഇന്നതാണ് എന്ന് പറയാവുന്ന, നിർവചിക്കാനാവുന്ന വപുസ്, ശരീരം. അനിർദ്ദേശ്യ വപു എന്ന് പറഞ്ഞാൽ നിർവചിക്കാൻ ആകാത്ത ശരീരം. ഇന്നതാണ് എന്നുള്ള ഒരു കൃത്യമായിട്ട് അതിനെ നിർവചിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു ശരീരത്തോട് കൂടിയവനാണ് ഭഗവാൻ. ഭാഷകാരൻ പറയുന്നു, അതത് യുഗങ്ങൾക്ക് യോജിച്ച ഗുണങ്ങളനുസരിച്ച് ജീവന്മാരെ അനുഗ്രഹിക്കാനുള്ള രൂപവൈചിത്ര്യത്തോട് കൂടിയവനാണ് ഭഗവാൻ എന്നതിനാൽ അനിർദ്ദേശ്യ വപുഹു എന്ന് നാമം. അതത് യുഗങ്ങൾക്ക് യോജിച്ച ഗുണങ്ങളനുസരിച്ച്, യുഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പൊതുവായിട്ട് സമയത്തെ പറഞ്ഞു എന്ന് മാത്രം. അതത് യുഗങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ അതത് സമയത്തിനനുസരിച്ച്, ഏത് സമയമാണോ ആ സമയത്തിനനുസരിച്ച്, ഏത് കാലത്തിലാണോ ഉള്ളത് ആ കാലത്തിനനുസരിച്ച് ജീവന്മാരെ അനുഗ്രഹിക്കാനുള്ള രൂപവൈചിത്ര്യത്തോടു കൂടിയവനാണ് ഭഗവാൻ. അതത് കാലഘട്ടത്തിൽ അതത് രീതിയിൽ അതത് രൂപത്തിൽ ഭഗവാൻ അവതരിക്കും. അതേത് രൂപത്തിലാണ് എന്നൊരു കൃത്യമായിട്ട് നിർവചനമൊന്നും പറയാൻ പറ്റില്ല, കൃത്യമായിട്ട് നിർദ്ദേശിക്കാനും പറ്റില്ല. എവിടെയും എഴുതി വെച്ചിട്ടുമില്ല ഇന്ന കാലഘട്ടത്തിൽ കലിയുഗത്തിൽ ഭഗവാൻ ഇന്ന രൂപത്തിൽ അവതരിക്കും എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. അത് ഭഗവാനെ ആരാധിക്കുന്നവർക്ക് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ശരീരമില്ലാത്തവൻ, അതത് സമയത്തിനനുസരിച്ച് അതത് സന്ദർഭത്തിനനുസരിച്ച് അതത് സാഹചര്യത്തിനനുസരിച്ച് ഏത് രൂപം വേണോ ആ രൂപത്തിൽ ഭഗവാൻ ഓരോരുത്തർക്കും വെളിവായി അവരവരെ അനുഗ്രഹിക്കും. അതുകൊണ്ട് അനിർദ്ദേശ്യ വപു എന്ന് നാമം. യുഗാനുസാര കാന്തിശ്ച ഇതി, ഇത് ശ്രുതിയിൽ പറയുന്നതാണ്. യുഗത്തിനനുസരിച്ചുള്ള കാന്തിയോട് കൂടിയവൻ എന്നർത്ഥം. കാന്തി എന്ന് പറഞ്ഞാൽ പ്രകാശം, രൂപം എന്നൊക്കെ അർത്ഥം. അപ്പൊ ഏത് സമയമാണോ ആ സമയത്തിനനുസരിച്ചുള്ള രൂപത്തോട് കൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ അനിർദ്ദേശ്യ വപു എന്ന് നാമം.